അവനെ നാം ഘോഷിക്കാം. അവനാത്രേ എൻ പാപഹരൻ, നൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനാത്രേ എൻ പാപഹരൻ, നൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ക്രിസ്തുവും ആഹാരവും എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 32-ാമത്തെ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 32-ാമത്തെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, ശിഷ്യന്മാരായ ഞങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ കർത്താവിനുണ്ടെന്നുള്ളതായ വചനം, കർത്താവ് പറഞ്ഞതായ വചനത്തെ അവിടുന്ന് വാഴ്ത്തി കൊടുക്കണമേ. അതിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മർമ്മങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ, കർത്താവെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമായി കർത്താവെ മാറി നിത്യജീവൻ്റെ അവകാശികളായി തീരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ കുറവുകൾ ഓർക്കരുതേ, കാൽവരിക്കുരിശിൽ അടിനെ മറിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആഹാരം എന്ന് പറയുന്നത് മനുഷ്യരായ നമുക്കും സകല ജീവജാലങ്ങൾക്കും അത്യാവശ്യമായ ഒന്നാണ്. ഇന്ന് ലോകത്തിൽ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന പല രാജ്യങ്ങളുമുണ്ട്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടങ്ങളിൽ ആഹാരത്തിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എന്നാൽ വ്യക്തിപരമായ ചില ക്ഷാമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കടന്നു വരും. മറ്റുള്ളവർ അറിയാത്തതായ ബുദ്ധിമുട്ടുകൾ, എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്നുള്ളതായ അവസ്ഥകളൊക്കെയും ജീവിതത്തിൽ കടന്നു വരും. വ്യക്തിപരമായ സങ്കടങ്ങളാണ് അവിടെ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഇതൊക്കെ അറിയുന്നുണ്ടോ? ഇന്ന് ജിബിച്ചൻ ഇവിടെ 111-ാം സങ്കീർത്തനം ധ്യാനിച്ചപ്പോൾ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, ഞാനത് ഇന്നെൻ്റെ ചിന്തയിൽ അത് വന്നില്ലായിരുന്നു. ജിബിച്ചന് 111-ാം സങ്കീർത്തനം അതിൽ 5-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 111-ാം സങ്കീർത്തനം 5-ാം വാക്യം. കർത്താവ് തൻ്റെ ഭക്തന്മാർക്ക് ആഹാരം കൊടുക്കുന്നു. സന്തോഷിക്കാൻ വകയുള്ള ഒരു കാര്യമാണ്. കർത്താവ് തൻ്റെ ഭക്തന്മാർക്ക് ആഹാരം കൊടുക്കുന്നു. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 21:12 കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുകയെന്ന് പറയും. കർത്താവ് അതെല്ലാം ഉണ്ടാക്കി വെച്ചു റെഡിയാക്കി. പ്രാതൽ എന്ന് പറയുമ്പോൾ ഏത് ഭക്ഷണമാണ്? ഉച്ചഭക്ഷണം അല്ലേ? ഇവിടെ മലയാളം അധ്യാപകൻ പറയുന്നത് ഉച്ചഭക്ഷണം എന്നാണ് പറയുന്നത്. രണ്ടഭിപ്രായമുണ്ട്. പ്രഭാത ഭക്ഷണം എന്നും പറയുന്നു, പ്രാതൽ ഉച്ചഭക്ഷണമാണെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. ഇപ്പൊ സാറ് പറഞ്ഞതാണ്, ഞാൻ അതിനെ ഖണ്ഡിക്കുന്നില്ല. എന്തെങ്കിലും ആട്ടെ, ഉച്ചക്കത്തെ ആണെങ്കിലും രാവിലത്തെ ആണെങ്കിലും. അപ്പൊ പ്രാതൽ എന്നൊരു വാക്കാണ്. അങ്ങനെയല്ലേ യോഹന്നാൻ 21:12 വായിക്കുന്നത് അല്ലേ? നിങ്ങൾ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ. ഇനി വെളിപ്പാട് 3:20 എടുക്കണ്ട. കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ആരെങ്കിലും കർത്താവിന് വേണ്ടിയിട്ട് വാതിൽ തുറന്നാൽ കർത്താവ് കടന്നു വന്ന് അത്താഴം കഴിയും. ഇനിയിപ്പോൾ നമ്മുടെ പ്രസംഗം കഴിഞ്ഞുള്ള നമ്മുടെ വീട്ടിൽ ചെന്ന് അത്താഴമാണ് കഴിക്കുന്നത്. അപ്പം പ്രാതൽ വന്നു, അത്താഴം വന്നു ഇല്ലേ? ഇനിയും മത്തായിയുടെ സുവിശേഷം 15:32 3 ദിവസമായി യേശു കർത്താവിൻ്റെ പ്രസംഗം കേൾക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് കർത്താവിന് വളരെ ചിന്തയാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32-ാമത്തെ വാക്യം. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായതുകൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും.
കണ്ടോ? അപ്പൊ 3 ദിവസമായി കർത്താവിന്റെ ലാവണ്യ വാക്കുകള് ദൈവവചനം കേട്ട് ആ 3 ദിവസത്തെ പ്രസംഗം കഴിഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ്. പറഞ്ഞു വിടുമ്പോൾ അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും അവരെ കുറിച്ച് കർത്താവിന് മനസ്സലിവുണ്ടായി. അവർക്ക് ഭക്ഷണം കൊടുത്തത് നമുക്കറിയാം. അപ്പം ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും നിങ്ങളുമൊക്കെ കർത്താവിൻ്റെ ഭക്തന്മാരും കർത്താവിൻ്റെ ശിഷ്യന്മാരുമാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അധികമായി നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു, നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അറിയുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ കർത്താവ് പക്ഷെങ്കിൽ ഇങ്ങനെ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന, നമ്മളെക്കുറിച്ച് കരുതുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ് ഖേദകരം. നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് കടന്നു വരാം. യേശു കർത്താവ്, ശിഷ്യന്മാര് വന്ന് യേശുവിനോട് പറയുന്നുണ്ട്, കർത്താവെ നീ ഭക്ഷിച്ചാൽ. അന്നേരമാണ് യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്ക് ഭക്ഷിപ്പാനുണ്ട്. അതിൻ്റെ 33, 34 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി ചെയ്യിക്കുന്നത് തന്നെ എന്റെ ആഹാരം. യേശുക്രിസ്തുവിന്റെ മെനുവിനെ കുറിച്ചാണ് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ മെനു, യേശുക്രിസ്തുവിന്റെ ആഹാരം എന്താണ്? യേശുക്രിസ്തുവിനെ അയച്ച പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തിന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് യേശുക്രിസ്തുവിന്റെ ആഹാരം. അപ്പൊ ഈ ആഹാരം യേശുക്രിസ്തുവിന് എപ്പോഴും വേണം. ഈ ആഹാരം കൊടുക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. അപ്പൊ യേശുക്രിസ്തുവിന് നമ്മൾ ആഹാരം കൊടുക്കുന്നവരാണോ? എന്താണ് യേശുക്രിസ്തുവിന്റെ ആഹാരം? യേശുക്രിസ്തുവിനെ അയച്ച പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തിന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് യേശുക്രിസ്തുവിന്റെ ആഹാരം. ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു വേല തികയ്ക്കുന്നതെന്റെ ആഹാരം. വേല തികയ്ക്കുന്നതെന്റെ ആഹാരം. ഞാൻ നിങ്ങളെ പാട്ട് പാടുന്നവരാണ്. പക്ഷെങ്കില് ആരും അറിയാത്ത യേശു കർത്താവ് പറഞ്ഞ വാക്യത്തെ ആസ്പദമാക്കിയുള്ള പാട്ടാണ് നമ്മളോട് പാടിയത്. ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ച് നിത്യം ജീവിച്ചിടുന്നു. എൻ്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്ത് വേല തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. യേശു ക്രിസ്തു പറഞ്ഞ അതേ ആഹാരം, യേശു ക്രിസ്തുവിൻ്റെ ആഹാരം ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വേല തികയ്ക്കുന്നതാണ് കർത്താവിൻ്റെ ആഹാരം. നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാമത്തെ വാക്യം. നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പി. അവിടെ യേശു കർത്താവ് പറയുകയാണ്, നശിച്ചു പോകുന്ന ആഹാരമുണ്ട്. നമുക്കറിയാം എന്താണ് അങ്ങനെ പറയാൻ കാരണം. നമ്മൾ രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെ ഏത് ഭക്ഷണം കഴിച്ചാലും മാക്സിമം 3 മണിക്കൂർ 3.5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ വയറ് കാലിയാണ്. കഴിച്ച ഭക്ഷണം എതിലേ പോയെന്ന് അറിയത്തില്ല. നമ്മൾ പറയും ദഹിച്ചു പോയി എന്ന്. അപ്പം ആ രാവിലെ കഴിച്ച ഭക്ഷണം 3.5 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയെന്ന് യേശുക്രിസ്തു പറയും. അപ്പൊ അവിടെ പറയുന്നു, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും പ്രവർത്തിക്കണം. നമുക്കറിയാം, ഒരു വീട്ടില് ആ കുടുംബിനി അല്ലെങ്കിൽ ഗൃഹനാഥ ഒരു നേരത്തെ ഭക്ഷണം, 2 നേരത്തെ ഭക്ഷണം, 3 നേരത്തെ ഭക്ഷണം, ചിലപ്പോൾ 4 നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ദിവസം എത്ര മണിക്കൂറുകൾ അതിനുവേണ്ടി മാറ്റി വെക്കുന്നതാണ്.
ഇതെല്ലാം നശിച്ച് 3 മണിക്കൂർ കഴിച്ചു കഴിഞ്ഞാൽ 3 മണിക്കൂർ കൊണ്ട് നശിച്ചു പോകുന്ന ഭക്ഷണത്തിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി നമ്മുടെ അമ്മമാര്, ഭാര്യമാരൊക്കെയും എത്രയോ മണിക്കൂർ കഷ്ടപ്പെടുമ്പോൾ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിക്കുവാൻ 5 മിനിറ്റ് സമയമെങ്കിലും മാറ്റിവെക്കാറുണ്ടോ? നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരം വേണം. അവിടെ ചെല്ലുമ്പോൾ ദാഹമുണ്ട്, വിശപ്പുണ്ട്. ധനവാന് യാതനാ സ്ഥലത്ത് ചെന്നപ്പോൾ ദാഹിച്ചു, വെള്ളം കിട്ടിയില്ല. യേശുക്രിസ്തു പറഞ്ഞ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് എന്ത് ചെയ്തില്ല? പ്രവർത്തിച്ചില്ല. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ ഏറിയ നാൾ കഴിഞ്ഞ് നിനക്കത് തരുമെന്ന് സഭാപ്രസംഗി 11:1 പറയുമ്പോൾ യേശുവിന്റെ ഏറ്റവും ചെറിയവരുടെ വിശപ്പിനും ദാഹത്തിനും നഗ്നതയ്ക്കും കൊടുക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കാതെ വന്ന് ഞാനും നിങ്ങളും ബിസി ലൈഫ് നയിക്കുമ്പോൾ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി ഞാനും നിങ്ങളും പ്രവർത്തിക്കണം. ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ഡോണ്ട് വറി എന്ന് പറഞ്ഞാൽ എന്നാ പറയാം, ഒന്നും അറിയേണ്ട കാര്യമില്ല. അയ്യോ, ഞാൻ എങ്ങനെ ഇനി ഇതന്നെ ഈ വചനം കൂടെ പറഞ്ഞ് ഇനി എന്നെ ആകെ വൈഷമ്യത്തിലാക്കുമോ? ഞാൻ ഇനി എന്താ ചെയ്യുന്നത്? ഈ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനുള്ള സാധന സാമഗ്രികൾ എവിടെ നിന്ന് കിട്ടും? വ്യക്തമായിട്ട് പറഞ്ഞു, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ചോദിക്കണം, ക്രിസ്തു ഇന്ന് ജീവിക്കുകയാണ്. യേശുവെ എന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്നവൻ, ഉത്തരം തരുന്നവൻ. വിളിച്ചു നോക്കണം, കർത്താവേ, ആ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരം എനിക്ക് തരണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം എനിക്ക് വേണം. എന്നിട്ട് പറയാണ്, ആ മനുഷ്യപുത്രനെ, യേശുക്രിസ്തുവിനെ പിതാവ് മുദ്രയിട്ടിരിക്കുക. അപ്പം ദൈവം, പിതാവാൻ ദൈവം മുദ്ര വെച്ച യേശുക്രിസ്തുവിനെ ഏതെങ്കിലും ഒരു പള്ളിയിലച്ഛനോ ഏതെങ്കിലും ഒരു പാസ്റ്റർക്കോ തരാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഈ ലോകത്തിലെ ആർക്കും യേശുക്രിസ്തുവിനെ തരാൻ പറ്റത്തില്ല. യഥാർത്ഥ ക്രിസ്തുവിനെ, റിയൽ ക്രിസ്തുവിനെ, ഒറിജിനൽ ക്രിസ്തുവിനെ അത് തരുന്നത് പിതാവാൻ ദൈവം മാത്രമാണ്. അപ്പൊ ഞാനും നിങ്ങളും പിതാവാൻ ദൈവത്തോട് പറയണം, പിതാവാൻ ദൈവമേ, യഥാർത്ഥ ക്രിസ്തുവിനെ ഞങ്ങൾക്ക് തരണം. അപ്പൊ നമ്മുടെ യഥാർത്ഥ ക്രിസ്തു പറയുന്ന ഒരു വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനെ കൊണ്ടും എന്തൊടുക്കുമെന്ന് ശരീരത്തിനെ കൊണ്ടും ആകുലപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും കരുതരുത്. അവിടെ നമ്മളൊക്കെ വിചാരപ്പെടുന്ന കാര്യമാണ്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും. നമ്മുടെ ശരീരത്തിനായിക്കൊണ്ടും ജീവനായിക്കൊണ്ടും ഒക്കെ നമ്മൾ വറീഡാണ്. അതായത് കുടുംബത്തിലെ അവസ്ഥകൾ, ചിലപ്പോൾ ഗ്രഹനാഥൻ അറിയത്തില്ലാത്ത കാര്യങ്ങൾ ഗ്രഹനാഥയ്ക്ക് അറിയാം. നാളെ ചിലപ്പോൾ ഒരുപക്ഷെ ചോറ് വെക്കാൻ അരിയില്ലായിരിക്കും. അപ്പം നാളെ എങ്ങനെ അല്ല കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും ചിന്തിക്കുന്ന വീടുകൾ ധാരാളമില്ലേ? പക്ഷെ ഇവിടെ യേശുക്രിസ്തു പറയാണ്, യേശുക്രിസ്തു ഒരു ചോദ്യം ചോദിക്കും, ഏതാ വലുത്? ആഹാരമാണോ വലുത്, ജീവനാണോ വലുത്? അപ്പം നമ്മൾ പറഞ്ഞേക്കാം, അതിലോ വലുത് ആഹാരമല്ലേ. ആഹാരം കഴിക്കാതിരുന്ന എന്ത് സംഭവിക്കും? ചത്തു. അതുകൊണ്ട് വലുത് ഏതാ നമ്മുടെ നോട്ടത്തിൽ? ആഹാരമാണോ വലുത്, ജീവനാണോ? ആഹാരം കഴിക്കാതിരുന്നാൽ 1 മാസം പട്ടിണി കിടന്നാൽ ചത്തുപോകത്തില്ലേ? കണ്ടോ, ജീവൻ ഉണ്ടെങ്കിലല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. യേശുക്രിസ്തു പറയുകയാണ്, ഇതിലേതാണ് വലുത്? ആഹാരമാണോ വലുത്, ജീവനാണോ? പല ആളുകൾക്കും അറിയില്ല. ഈ കഴിഞ്ഞ ആഴ്ചയിൽ പടിയറക്കടവിൽ ഇവിടെ അടുത്ത് ഒരു യവനക്കാരൻ, 17 വയസ്സുകാരൻ, +2 ഒരു പേപ്പറാണ് കിട്ടാതെ ആത്മഹത്യ ചെയ്തു. പാതാനംപള്ളിയിൽ അവനെ അടക്കി. ഇപ്പൊ എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തതെന്നറിയാമോ? അവന് നിരാശ വന്നു. അതായത് അവൻ്റെ 1 വർഷം നഷ്ടപ്പെട്ടു. അവൻ ആഗ്രഹിച്ച രീതിയിൽ പഠിക്കുന്ന പയ്യനായിരുന്നു കേട്ടോ, നല്ല പയ്യനാണ്.
മോശക്കാരനൊന്നും നല്ല പേര്, മാതാപിതാക്കളെ അനുസരിക്കുന്നവനൊക്കെ പള്ളി പോകുന്നവനൊക്കെ. പക്ഷെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്തു. കാരണം എന്താണ്? മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചപ്പോൾ കൂടെ പഠിച്ചവരെല്ലാം നല്ല മാർക്കോടുകൂടി ഉന്നത വിജയം നേടിയപ്പോൾ അവൻ്റെ ഒരു കൊല്ലം പോയല്ലോ എന്നവനോ. വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവെന്ന് ആ പയ്യൻ അറിഞ്ഞിരുന്നില്ല. അത് തന്നെയുമല്ല, ആഹാരത്തേക്കാൾ വലുത് ജീവനാണെന്നുള്ള അറിവ് ആ യൗവനക്കാരനില്ല. ഈ വാക്യം വെച്ച് നമുക്കൊരു വാക്യം ഒന്ന് പഠിക്കണം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 47-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 47-ാമത്തെ വാക്യം. സകല വസ്തുക്കളുടെ സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കായിക കൊണ്ട് യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും. എല്ലാം മനസ്സിലായോ? സമ്പൽ സമൃദ്ധിയുടെ നടുവിൽ ഭക്ഷണം കഴിക്കാൻ നേരമില്ല, ആഹാരം കഴിക്കാൻ നേരമില്ലാതെ വിശന്ന് നടക്കുകയും. പലരും പറയും, ഇന്ന് രാവിലെ തുടങ്ങിയതാണ്, എനിക്ക് ഒന്നിരുന്ന് കഴിക്കാൻ നേരം കിട്ടിയിട്ടില്ല, ഒരു മിനിറ്റ് ഇരിക്കാൻ എനിക്ക് നേരം കിട്ടിയിട്ടില്ല പറയുന്ന ആൾക്കാരുണ്ട്. ബിസി ഷെഡ്യൂൾ, ബിസി ലൈഫാണ്. അവർ തിരക്കാണ്. അവർ ഉപജീവന കാര്യങ്ങളിൽ അല്ല ബിസിനസ് കാര്യങ്ങളിൽ ജോലി കാര്യങ്ങളിൽ അവർ തിരക്കാണ്. അവർക്ക് സമയം കിട്ടുന്നില്ല. അപ്പം അവിടെ പറഞ്ഞ എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ അവർക്ക് ഒരു വിശപ്പ് വരുന്നത്, കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്? ഒന്നും കൂടെ വാക്യം വായിക്കാമോ? സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട്. സകല വസ്തുക്കളുടെയും സമൃദ്ധി എന്ന് പറഞ്ഞാൽ ആ വീട് അപ്പത്തിൻ്റെ വീടാണ്. വേണമെങ്കിൽ ആ വീട്ടിൽ ചിലപ്പോൾ മാസങ്ങൾ കഴിക്കാനുള്ള എല്ലാ അരിയും എല്ലാ സംഗതികളും അവിടെ വീട്ടിൽ കാണും. പക്ഷെങ്കിൽ സമയത്ത് കഴിക്കാൻ ചിലരോടൊക്കെ ചോദിച്ചാൽ ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന് വൈകിട്ടാണ് ഒരു നേരം എനിക്ക് കഴിക്കാൻ സാധിച്ചത്, ബാക്കി സാധിച്ചിട്ടേ ഇല്ല. കാരണം എന്നാന്ന് പറയട്ടെ, സമ്പൽ സമൃദ്ധിയുടെ നടുവിൽ എന്നാ പോയിന്റ് പിടികിട്ടിയോ? സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായി ദൈവത്തെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കായിക കൊണ്ട്. കണ്ടോ? ഇപ്പം ദിവസത്തിന്റെ ദശാംശം എന്ന് പറയുന്നത് 2 മണിക്കൂർ 24 മിനിറ്റാണ്. നമ്മളിവിടെ 2 മണിക്കൂർ ഞായറാഴ്ച കൂട്ടായ്മയായിട്ട് ഇവിടെ നടത്തുന്നുണ്ട്. അത് 2 മണിക്കൂർ 24 മിനിറ്റ് ആയെങ്കിലേ ഒരു ദിവസത്തിന്റെ ദശാംശം. ആ ദശാംശം എന്ന് പറയുന്നത് കർത്താവിനുള്ളതാണ്. പലപ്പോഴും നമുക്ക് ദിവസത്തിന്റെ ഈ ദശാംശം മണിക്കൂർ പോലും കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കാൻ സാധിക്കുന്നില്ല. നമ്മളൊക്കെ കുടുംബ പ്രാർത്ഥന നടത്തുന്നവരാണ്, പ്രാർത്ഥിക്കും, 20 മിനിറ്റ് ഒക്കെ നമ്മൾക്ക് പ്രാർത്ഥിക്കും, വേറെ ദിവസമൊക്കെ വായിക്കും. പക്ഷെങ്കിൽ സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായി നിന്റെ ദൈവമായ കർത്താവിനെ നീ ഹൃദയ സന്തോഷത്തോടെ സേവിക്കുന്നില്ലെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? നീ സകല വസ്തുക്കളെ കണ്ടു നടക്കത്തേ ഉള്ളൂ, നീ വിശപ്പോടെ നീ സേവിക്കും. ഇന്ന് അനേകരുടെ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ആഹാരത്തേക്കാൾ വലുത് ജീവനാണെന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്. എന്നാൽ ക്രിസ്തു മതത്തിൽ ആന്റിക്രൈസ്റ്റ് ചിലപ്പം പഠിപ്പിച്ചേക്കും, മക്കളെ നിങ്ങൾ പഠിക്കണം, നല്ല ജോലി ലഭിക്കണം, നല്ല ജോലി ലഭിച്ചെങ്കിലേ നല്ല ആഹാരം മേടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെങ്കിൽ ജീവൻ തരുന്നവനെ പഠിപ്പിക്കാറില്ല. മർക്കോസ് 8:36 നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, സർവ്വലോകവും നേടിയാലും നിന്റെ ജീവനെ കളഞ്ഞാൽ നിനക്ക് എന്ത് പ്രയോജനം? മർക്കോസ് 8:36 അങ്ങനെയാണ്. സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? വ്യക്തമായിട്ട് അവിടെ പറയും അല്ലേ? സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? അപ്പൊ ഈ ജീവൻ എന്ന് പറയുന്നത് എന്ത് ജീവനാണ്? പൗലോസ് പറഞ്ഞത് നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 4:11 വരും. 2 കൊരിന്ത്യർ 4:11 വാക്യം. ഞങ്ങളുടെ മർത്ത ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് മതി. യേശുക്രിസ്തുവിന്റെ ജീവൻ
ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ വെളിപ്പെടണം. വല്ലതും മനസ്സിലായോ? നമുക്കെല്ലാം ജീവനുണ്ട്. കർത്താവ് തന്നെ വെളിപ്പാട് 3:1 എടുക്കണ്ട, അവിടെ പറയുന്നുണ്ട്, ജീവൻ ഉള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാം. ഇന്ന് ജെബിസൺ പറഞ്ഞതുപോലെ ഓരോ കൂട്ടായ്മയിൽ ഞാനും നിങ്ങളും കടന്നു വരുന്നത് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും കർത്താവിന് പാടിയും സ്തോത്രം ചെയ്യുവാനാണ് കടന്നു വന്നിരിക്കുന്നത്. കാരണം ഇന്ന് ഞാനും നിങ്ങളും കടന്നു വരുമ്പോൾ ഇന്ന് നമ്മുടെ നടുവിൽ എന്നേക്കും ജീവിക്കുന്ന ജീവനുള്ളവനാകുന്ന ക്രിസ്തു കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ യേശുവിന്റെ ജീവൻ നമ്മളിലേക്ക് കടന്നു വരണമെങ്കിൽ ഈ ജീവൻ എവിടെയാണ് ഇരിക്കുന്നത്? രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. ലേവ്യ 17:11 എടുക്കണ്ട, ജീവൻ ഇരിക്കുന്നത് രക്തത്തിലാണ്. ഇന്ന് യേശുവിന്റെ ജീവൻ നമ്മളിലേക്ക് വെളിപ്പെടണമെങ്കിൽ യേശുവിന്റെ ജീവൻ, രക്തത്തിലുള്ള ജീവൻ, ദൈവവചനത്തിൽ തളിക്കപ്പെട്ട ജീവൻ എന്നിവിടെ ദൈവവചനം ഘോഷിക്കുമ്പോൾ എന്നിലും നിന്നിലും തളിക്കപ്പെടുകയാണ്. നമുക്കറിയാം, ഏതെങ്കിലും രീതിയിൽ നമുക്ക് രക്തം നഷ്ടപ്പെട്ടാൽ നമ്മളെ ആശുപത്രിയിൽ കൊണ്ടുപോയി പെട്ടെന്ന് രക്തം നമുക്ക് നൽകും. നമ്മുടെ സിരകളിലൂടെ രക്തം ഒഴുകും. ചിലപ്പോൾ 2 കുപ്പി 3 കുപ്പി എന്നൊക്കെ, അല്ല 4 കുപ്പി 6 കുപ്പി എന്നൊക്കെ കേൾക്കാം. എന്നാൽ ഓരോ കൂട്ടായ്മയിലും നടക്കുന്നത് യേശുവിന്റെ രക്തം നമ്മളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ സമയം യേശുവിന്റെ രക്തം, ദൈവവചനത്തിൽ തളിക്കപ്പെട്ട രക്തം തളിക്കപ്പെടുമ്പോൾ ഞാനും നിങ്ങളും നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും മരിച്ചവസ്ഥയിൽ കടന്നു വന്നാൽ തിരിച്ചു പോകുന്നത് യേശുവിന്റെ ജീവൻ പ്രാപിച്ചുകൊണ്ട്. ഇന്ന് നമ്മുടെ നടുവില് നമുക്ക് ജീവൻ ഊതാൻ കടന്നു വന്നിരിക്കുകയാണ് യേശു കർത്താവ്. ജീവനുതുക, ജീവദായക, ജീവനുതുക, ജീവദായക, ജീവനാളമായി എരിഞ്ഞു തീരുവാൻ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവോ, ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. 1 കൊരിന്ത്യർ 10:3 വായിക്കും. 1 കൊരിന്ത്യർ 10:3. 1 കൊരിന്ത്യർ 10:3. എല്ലാവരും ഓരോ ആത്മീയഹാരം തിന്നും എല്ലാവരും ഓരോ ആത്മീയപാനീയം കുടിച്ചും അവരെ അനുസരിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇവിടെ പറയുകയാണ്, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം കഴിച്ചു. അപ്പം ഈ യേശു ക്രിസ്തുവിന്റെ ജീവൻ ലഭിക്കുന്നതിന് അനേകർ വിചാരിക്കും ആത്മീയ ആഹാരം കഴിച്ചാണ്. നമ്മളെല്ലാം ഞായറാഴ്ച നമുക്ക് പള്ളിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. നല്ലതാ, കുഴപ്പമൊന്നുമില്ല. വിശുദ്ധിയുള്ളവരും വെടിപ്പുള്ളവരും ഒക്കെ കഴിക്കണം, നല്ല കാര്യം. പക്ഷെങ്കിൽ അതുകൊണ്ട് മാത്രം ദൈവം പ്രസാദിക്കുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അത് തെറ്റാണ്. ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം കഴിച്ചിട്ടും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അത് തന്നെയുമല്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഈ ധനവാനൊക്കെ ഈ ആത്മീയ ആഹാരം കഴിച്ചതാണ്. പക്ഷെങ്കിൽ നിത്യത ചെന്നപ്പോഴേക്ക് യാതനാ സ്ഥലത്ത് പോയി. ഈ കഴിച്ച ആത്മീയ ആഹാരം ധനവാനെ നിത്യതയിലെ അബ്രഹാമിന്റെ മടിയിൽ എത്തിച്ചില്ല. എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കി. യേശു ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടണം. ആ രക്തത്തിലെ ജീവൻ, ആ വചനത്തിൽ തളിക്കപ്പെട്ട യേശുവിന്റെ രക്തത്തിലെ ജീവൻ, അതിനാണ് ഞാൻ നിങ്ങളും ഇന്നും യേശുവിന്റെ ആ രക്തത്തിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് വിശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ കുളിച്ചോ കുഞ്ഞാട്ടേ രക്തത്തിൽ ആയോ നീ കുളിച്ചോ കുഞ്ഞാട്ടേ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമപ്പോൾ നിഷ്കളങ്കമോ നിന്നീ കുളിച്ചോ കുഞ്ഞാട്ടേ രക്തത്തിൽ.
സങ്കീർത്തനങ്ങൾ 42:3. സങ്കീർത്തനങ്ങൾ 42:3. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ ആഹാരം എന്താണ്? കണ്ണുനീരാണ്. രാവും പകലും കണ്ണുനീർ ആഹാരമായിരിക്കുന്ന അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടായി. അതായത് ആനിക്ക് അന്ന് 25 കൊല്ലം മുന്നേ കിട്ടുന്ന 5000 രൂപ ശമ്പളം അതേപടി ഒരു ബ്ലേഡുകാരന് കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് 10 രൂപയുടെ ബിസ്ക്കറ്റ് പോലും മേടിച്ചു കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥ. എന്താണ്? ആത്മീയ ആഹാരം കഴിച്ചതല്ലേ ഞാൻ? പിന്നെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആഹാരത്തിൻ്റെ ബുദ്ധിമുട്ട് വന്നു? കണ്ണുനീർ രാവും പകലും ആഹാരമായിരിക്കുന്ന അവസ്ഥ. വീണ്ടും നമുക്ക് വായിക്കാം. 1 ശമൂവേൽ 2:5. 1 ശമൂവേൽ 2:5. 1 ശമൂവേൽ 2:5. സമ്പന്നർ ആഹാരത്തിനായി കൂലിക്ക് നിൽക്കുന്നു. പുത്രസമ്പന്ന ക്ഷയിച്ചു. ഞാൻ ശരി എന്ന് വിശദീകരിക്കാം അല്ലേ? മനസ്സിലായില്ലായിരിക്കും. സമ്പന്നരായ ആളുകൾ ആഹാരത്തിന് വേണ്ടി കൂലിക്ക് നിൽക്കേണ്ട ഗതികേട് വല്ലതും കൂടി കിട്ടി അല്ലേ? ഗുജറാത്തിലൊക്കെ ഭൂകമ്പം വന്നതായ സമയത്ത് ഭയങ്കര കോടീശ്വരന്മാർ ആഹാരമില്ലാതെ പാലപ്പെട്ട് ഏത് പണിയെടുക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെ അവസ്ഥ വന്നു. സമ്പന്നരായ ആൾക്കാർ അല്ലേ, പണ്ടൊക്കെ വലിയ പ്രതാപത്തിൽ നിന്നിട്ട് ഏതാനും ചില തലമുറകൾ കഴിഞ്ഞപ്പോഴേക്ക് ആഹാരത്തിന് വേണ്ടി കൂലിക്ക് നിൽക്കുന്നതായ അവസ്ഥ. പിന്നെ പറയുക പുത്രസമ്പന്നയോ ക്ഷയിച്ചു. നമുക്കറിയാം 7, 6, 5 ആമക്കളുള്ള പഴയ കാലത്തെ അമ്മച്ചിമാരാണ് പുത്രസമ്പന്ന. അനേക ഒരു അമ്മച്ചിയുടെ ഭാഗ്യമാണ്. അമ്മച്ചിക്ക് 7 ആമക്കളാണ്. പക്ഷെ എന്നാ അവിടെ വായിച്ചത്? പുത്രസമ്പന്ന ക്ഷയിച്ചു. ഇവിടെ ഇരിക്കുന്ന പലരും കണ്ടു കാണും. ഇപ്രകാരം തന്നെ 6, 7 ആമക്കളുള്ള വീട്ടിലെ അമ്മച്ചി അവസാനം ക്ഷയിച്ചു പോയതായിരുന്നു. എന്താ ഇതൊക്കെ സംഭവിക്കുന്നത്? ക്രിസ്തീയ കുടുംബങ്ങളിലെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞു. ഇവരെല്ലാം ആത്മീയ ആഹാരം കഴിച്ചവരാണ്. പക്ഷെ ദൈവം അവരിൽ എന്ത് ചെയ്തില്ല? പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട അനുഭവം, മരുഭൂമിയുടെ അനുഭവമാകും. പിന്നെ മുടിയപുത്രന്റെ കാര്യം നമുക്കറിയാം. വേണം എന്ന് വായിച്ചേക്കാം. ലൂക്കോസ് 15:16. ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകും. ലൂക്കോസ് 15:16. പന്നി തിന്നുന്ന വാളവർ കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകും. ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു. അപ്പോഴാണ് അവന് സുബോധം വന്നത്. എൻ്റെ കാര്യം തന്നെയൊക്കെയാണ് സുബോധം. എന്നാൽ ഈ സുബോധം വന്നാൽ ഉടനെ ചിന്ത വരും, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ കൂലിക്കാർ ആഹാരം കഴിച്ചിട്ട് ശേഷിപ്പിക്കുന്നതായ അനുഭവം. ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നത്. ഇനി വായിക്കാം വിലാപങ്ങൾ 1:11. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ. ഇടയ്ക്കൊക്കെ നമുക്ക് നോക്കാം വിലാപങ്ങളൊക്കെ ആരുടെയെങ്കിലും ബൈബിളിൽ ഉണ്ടോ എന്നല്ലേ. സർവ്വജനവും നെടുവീർപ്പിട്ടുകൊണ്ട് ആഹാരം തിരയുന്നു. വിശപ്പടക്കുവാൻ ആഹാരത്തിന് വേണ്ടി അവർ തങ്ങളുടെ മനോഹര വസ്തുക്കളെ കൊടുത്തു കളയുന്നു. നമ്മളിന്ന് ആഹാരമാണ് നമ്മുടെ വിഷയം. ഇവിടെ വായിച്ചു, സർവ്വജനവും നെടുവീർപ്പിട്ട് ആഹാരം തിരയുന്നു. വിലാപങ്ങൾ 1:11. യെരമ്യാ പ്രവചനം കഴിഞ്ഞാണ് വിലാപം. സർവ്വജനവും നെടുവീർപ്പിട്ട് ആഹാരം തിരയുന്നു. വിശപ്പടക്കാൻ ആഹാരത്തിന് വേണ്ടി തങ്ങളുടെ മനോഹര വസ്തുക്കളെ കൊടുക്കും. ഇതൊക്കെ ഇനിയും സംഭവിക്കാൻ വേണ്ടിയൊന്നുമില്ല. ഇനി അടുത്ത അധ്യായം ഒബദ്യാവ് 1:7. കുഴഞ്ഞു ഒബദ്യാവ് അല്ലേ, യോനയൊക്കെ കഴിഞ്ഞിട്ടാണ് തോന്നുന്നു അല്ലേ. ഒബദ്യാവ്
ഒരു അധ്യായമേ ഉള്ളൂ, 7-ാമത്തെ ഒബദ്യ. കണ്ടോ? ആമോസ് വായിച്ചോ, 1:7. നിന്നോട് സഖ്യമുള്ളവരെന്താ നിന്നെ അതിരോളം അയച്ചു കളയുന്നു. നിന്നോട് സന്ധിയുള്ളവർ നിന്നെ ചതിച്ചു തോൽപ്പിച്ചിരിക്കുന്നു. നിന്റെ ആഹാരം ഭക്ഷിക്കുന്നവർ നിനക്ക് കെണിവെച്ചിരിക്കുന്നു. നിന്റെ ആഹാരം ഭക്ഷിക്കുന്നവർ നിനക്ക് കെണിവെച്ചു. ഓരോ അവസ്ഥകളാണ്. ഇനി നമുക്ക് 107-ാം സങ്കീർത്തനം 18-ാമത്തെ 107-ാം സങ്കീർത്തനം ആഹാരത്തിന്റെ വിവിധ അവസ്ഥകളെ കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. 107-ാം സങ്കീർത്തനം 18-ാമത്തെ. അവർക്ക് സാരവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നി. അവർ മരണവാതിലിനോട് സമീപിച്ചിരിക്കുന്നു. അവർക്ക് സകലവിധ ആഹാരത്തോടും വെറുപ്പ് തോന്നി, മരണവാതിലിനോട് സമീപിച്ചു. അപ്പൊ മരണവാതിലിനോട് സമീപിച്ചവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ എത്ര നല്ല രുചിയുള്ള ആഹാരം അവർക്ക് വേണം, വെറുപ്പ് തോന്നും. സംഖ്യാപുസ്തകം 21:4 അവിടെ പറയുന്നത് ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാണ്. സംഖ്യാപുസ്തകം 21:4 ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക്. അവര് വർഷങ്ങളായി മന്ന കഴിക്കാൻ തുടങ്ങിയപ്പോൾ എന്നും അല്ലേ, നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെയല്ലേ, എന്നും പുട്ടാണെങ്കിൽ അമ്മയ്ക്ക് എന്നും പുട്ട് മാത്രമേ ഉണ്ടാക്കാനുള്ളൂ അല്ലേ, എന്നും ദോശയാണെങ്കിൽ എത്ര ദിവസമായി ദോശ തിന്നാൻ തുടങ്ങിയിട്ടില്ലേ. സാരമില്ലാത്ത ആഹാരം നമുക്ക് വെറുപ്പാണ്. എന്നാൽ പഴയ അമ്മച്ചിമാരൊക്കെയാണ് പറയും, എടാ അതെങ്കിലും ഉണ്ടല്ലോ കഴിച്ചിട്ട് പോടാൻ പറയും മക്കളോട് അല്ലേ. അപ്പൊ ഇന്നത്തെ തലമുറയിലെ മക്കൾക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന അമ്മമാരുടെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കും. അതിനാണ് അമ്മ കൊച്ചെ കരയേണ്ട, അമ്മ കൊച്ചിന് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി. ഇനി സദൃശ്യവാക്യങ്ങൾ 4:17 നമുക്കുണ്ട്. സദൃശ്യവാക്യങ്ങൾ 4:17. ദുഷ്ടതയുടെ ആഹാരം. അനേകം ആളുകള് ദുഷ്ടതയിലൂടെയാണ് ആഹാരം സമ്പാദിക്കുന്നത്. സദൃശ്യവാക്യം 4:14 കൂടി ഒന്ന് വായിക്കാമോ? അവിടെ പറയാണ് ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്. ഇന്ന് നമുക്കറിയാം ഒത്തിരി യൗവനക്കാര് ഈ കഞ്ചാവ് വിൽപ്പനയില് പെൺപിള്ളാരും ആൺപിള്ളാരും ഒക്കെ പിടിക്കപ്പെടുന്നുണ്ട്. എന്താണ്? അവർക്ക് ഏത് വിധേനയും പൈസ ഉണ്ടാക്കണം. അത് നേരായ മാർഗം അല്ലെന്ന് അറിഞ്ഞിട്ട് പോലും ഒത്തിരി ക്രിസ്തീയ യുവാക്കൾ പോലും യുവതികൾ പോലും അതിലേക്ക് ചെല്ലുകയാണ്. ഇതെന്തുകൊണ്ടാണ്? അവർക്കറിയത്തില്ല, ഇത് പിടിക്കപ്പെടുമെന്ന് അവർക്കറിയില്ല. ഇനി വായിക്കാം സദൃശ്യവാക്യങ്ങൾ 20:17. സദൃശ്യവാക്യങ്ങൾ 20:17. വ്യാജത്താൽ നേടിയ ആഹാരം മനുഷ്യന് മധുരം, പിന്നത്തേതിലോ അവന്റെ വായിൽ ചരി നിറയും. വ്യാജത്താൽ നേടിയ ആഹാരം ആദ്യം മധുരമായി തോന്നിയാലും പിന്നത്തേതിൽ അവന്റെ വായില് ചരുകം നിറയുന്നതാണ്. നമ്മൾ അനേക അവസ്ഥകളെ കുറിച്ച് കണ്ടു. നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി പല രീതിയില് ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുമ്പോൾ ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി ഇന്നും ജീവിക്കുന്നവനായ ക്രിസ്തുവിനോട് പറഞ്ഞ് പിതാവാം ദൈവം മുദ്രയിട്ടിരിക്കുന്ന ക്രിസ്തുവിലൂടെ ആഹാരം മേടിച്ച് നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോവുകയാണ്. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം സദൃശ്യവാക്യങ്ങൾ 20:13. സദൃശ്യവാക്യങ്ങൾ 20:13. ദരിദ്രനാകാതിരിക്കേണ്ടതിന് നിദ്രാപ്രിയനാകരുത്. നീ കണ്ണു തുറക്കാൻ നിനക്ക് വേണ്ടുവോളം ആഹാരം ഉണ്ടാവും. നീ കണ്ണു തുറന്നാൽ നിനക്ക് വേണ്ടുവോളം ആഹാരം ഉണ്ടാവും. നമുക്കറിയാം, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ശൗലിന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പല് പോലൊരു സാധനം വീണു. അത് തന്നെയുമല്ല, യേശു കർത്താവ് കുരുടന് സൗഖ്യം കൊടുത്തു. അവനോട് ചോദിച്ചു, നിന്റെ കണ്ണ് തുറന്നത് ആര്? യേശു ക്രിസ്തു. നിങ്ങളുടെ ആത്മക്കണ്ണ് യേശു ക്രിസ്തുവിനെ കൊണ്ട് തുറപ്പിച്ച് നിദ്രാപ്രിയം മാറ്റിയാൽ നമുക്ക് വേണ്ടോളം ആഹാരം നേടാൻ സാധിക്കും. ഇന്നും ഈ ഞായറാഴ്ച ഈ സമയത്ത് 6 മുതൽ 8 വരെ പലരും ഉറങ്ങുന്നവരില്ലേ? വീട്ടിൽ കിടന്ന് ഉച്ചകഴിഞ്ഞ് അല്ലെങ്കിൽ രാവിലെ കുർബാന അനുഭവിച്ചിട്ട് പോയി വെള്ളമടിച്ചിട്ട് ഈ സമയത്ത് കിടന്ന് ഉറങ്ങുന്നവരില്ലേ? എന്നാൽ യേശു
യേശു ക്രിസ്തുവിനാൽ ആത്മക്കണ്ണ് തുറന്നു കെട്ടി നിദ്രാപ്രിയം മാറിയവരുടെ ജീവിതത്തിൽ വേണ്ടുവോളം ആഹാരം ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ തിരുവെഴുത്താണ് പറയുന്നത്. ഇത് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. യേശുവിനാൽ കണ്ണ് തുറപ്പിച്ച് നിദ്രാപ്രിയം മാറ്റി ഞാനും നിങ്ങളും വേണ്ടുവോളം ആഹാരം നേടണം. അപ്പോസ്തലപ്രവൃത്തികൾ 9:17-18 എന്താണ് കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞാൽ? അപ്പോസ്തലപ്രവൃത്തികൾ 9:17-18 ഉടനെ അവന്റെ കണ്ണിൽ നിന്നും ചെതുമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് അവൻ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മാപൂർണ്ണൻ. 17 വാക്യം എങ്ങനെയാണ്? നീ കാഴ്ച പ്രാപിച്ച് അത് അല്ലേ? അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു, ശൗര്യ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണ്ണനാകേണ്ടതിന് മതി. അപ്പൊ അവിടെ യേശുക്രിസ്തുവിനാൽ കണ്ണ് തുറപ്പിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മാവിന്റെ കാഴ്ച കിട്ടുകയാണ്, ആത്മാവിന്റെ കാഴ്ചപ്പാട് ലഭിക്കുകയാണ്. അത് തന്നെയുമല്ല, അവര് പരിശുദ്ധാത്മാ പൂർണ്ണരായി മാറുകയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ദൈവവചനം കേട്ടവരുടെ മേൽ പത്രോസ് വാക്കുകളെ പ്രസ്താവിക്കുമ്പോൾ വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നുവെങ്കിൽ ഇന്നും ഇതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ഞാനും നിങ്ങളും മുട്ടോളമല്ല അരിയോളമല്ല നീന്തി തുടിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും വളരുമ്പോൾ ഞാനും നിങ്ങളും ശൗലിനെ പോലെ തന്നെ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മാ പൂർണ്ണനാകും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ എന്റെ വീട്ടിൽ ആരും കുറയുകയില്ല, ആവശ്യങ്ങളൊന്നും മുടങ്ങുകയില്ല. എന്റെ വീട്ടിൽ ആരും കുറയുകയില്ല, മുടങ്ങുകയില്ല. എന്റെ ദൈവത്താൽ നിശ്ചയമാനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് മത്തായിയുടെ സുവിശേഷം 6-11 വാക്യം. മത്തായിയുടെ സുവിശേഷം 6-11 വാക്യം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണം. യേശുക്രിസ്തു പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥന പെന്തക്കോസ്തുകാരത് ചൊല്ലത്തില്ല. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന അവർ ചൊല്ലത്തില്ല. അവർക്ക് അതിന് പല എക്സ്ക്യൂസ് പറയാം. ഞാൻ എന്നും ചൊല്ലുന്ന പ്രാർത്ഥന. കാരണം യേശു പഠിപ്പിച്ചു, നിങ്ങൾ ഇതുപോലെ പ്രാർത്ഥിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണം. ഡെയിലി ബ്രെഡ്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണം. കർത്താവ് പറഞ്ഞു, നാളേക്കാൾ വിചാരപ്പെട്ടു, ഇന്നത്തേക്കുള്ള ആഹാരമേ ഉള്ളായിരിക്കും. ഡോണ്ട് വറി, നാളത്തേക്ക് കരുതുന്ന കർത്താവ് കരുതുന്നു. അതാണ് നമ്മൾ യേശു പറഞ്ഞതുപോലെ ഞാനും നിങ്ങളും ചെയ്യണ മൂന്നാമത്തെ കാര്യം കണ്ടു. നാലാമത്തെ കാര്യം ഇയ്യോബിന്റെ പുസ്തകം 23:12. ഇയ്യോബിന്റെ പുസ്തകം 23:12. ഇയ്യോബിന്റെ പുസ്തകം 23:12. ഞാൻ അവന്റെ അധരങ്ങളുടെ കൽപ്പന വിട്ടു പിന്മാറിയിട്ടില്ല. അവന്റെ വായിലെ വചനങ്ങൾ എന്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വായിലെ വചനങ്ങളെ നമ്മുടെ ആഹാരത്തെക്കാൾ നമ്മൾ സൂക്ഷിക്കണം. നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് ഉണ്ടല്ലേ, ഇപ്പം ചെന്ന് തുറന്നു നോക്കാമെങ്കിൽ ചിലരുടെയൊക്കെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ചത്തെ വരെ ഇരിപ്പുണ്ട് അല്ലേ അല്ലേ ഒരാഴ്ചയൊക്കെ ഇരുന്നതായിരിക്കും നമ്മൾ ചിലപ്പം അല്ലേ. പല വീട്ടിലിങ്ങനെ ആഹാരത്തിന് മിച്ചം വരുന്നതൊക്കെ വെക്കാം, നല്ല കാര്യം, കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ ഇവിടെ പറഞ്ഞത് യേശു ക്രിസ്തുവിൻ്റെ വായിലെ വചനങ്ങളെ നമ്മുടെ ആഹാരത്തെക്കാൾ നമ്മൾ സൂക്ഷിക്കണം. ഇത് അതിനൊരു ഫ്രിഡ്ജ് മേടിക്കണം. എന്താണ്?
ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഇത് എഴുതിച്ച് നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. യേശുക്രിസ്തു പറഞ്ഞു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തത് ആരും അവളിൽ നിന്ന് അപഹരിക്കത്തില്ല. എന്നും പിശാച് എന്നിലും നിങ്ങളിലും വരയ്ക്കപ്പെട്ട വചനം അത് ഗ്രഹിക്കാതിരുന്നാൽ അത് പെറുക്കിക്കളയും. ഞാനെന്നുള്ള രക്ഷപ്പെടാതിരിക്കേണ്ടതിന്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധ ഇവിടെ പറഞ്ഞതുപോലെ നീ യേശുവിനാൽ കണ്ണ് തുറപ്പിച്ച് നിദ്രാപ്രിയം മാറ്റിയാൽ, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനായാൽ വേണ്ടുവോളം ആഹാരം ഉണ്ടാകും. യേശു പഠിപ്പിച്ച ആ കർത്തൃ പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണം. യേശുവിന്റെ വായിലെ വചനങ്ങളെ നമ്മുടെ ആഹാരത്തേക്കാൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിപ്പിക്കണം. 4, യേശു പറഞ്ഞതുപോലെ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിക്കണം. അത് മനുഷ്യപുത്രനിൽ നിന്ന് നമ്മൾ നേടിയെടുക്കണം. ഇപ്രകാരം നമ്മൾ 4 കാര്യങ്ങൾ ആഹാരത്തെക്കുറിച്ച് ചെയ്യുമ്പോൾ ദൈവം ചെയ്യുന്ന 4 കാര്യങ്ങൾ വേഗത്തിൽ പറയും. 1, 37-ാം സങ്കീർത്തനം 25-ാമത്തെ പാഠം. 37-ാം സങ്കീർത്തനം 25-ാമത്തെ പാഠം. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇറക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ദൈവം ആഹാരം ഇറക്കുവാൻ നീതിമാന്റെ സന്തതിയെ അനുവദിക്കരുത്. ബലം പിടിക്കുക. ദൈവം ആഹാരം ഇറക്കുവാൻ നീതിമാന്റെ സന്തതിയെ അനുവദിക്കരുത്. ആരാണ് നീതിമാൻ സന്തതി? യേശു കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുന്നവനാണ് നീതിമാന്റെ സന്തതി. നീതിമാൻ സന്തതി അപ്പം ഇരപ്പത് കാണുവാൻ സാധ്യമല്ല. ദൈവം കെരിത്തു തോട്ടിലും സരത്ത പോറ്റി പുലർത്തുന്നു. എന്നെ നടത്തുന്നു, എന്നെ വഴി നടത്തുന്നു. നീതിമാൻ സന്തതി ആഹാരം ഇരപ്പത് കാണുവാൻ സാധ്യമല്ല. നീതിമാൻ സന്തതി അപ്പം ഇരപ്പത് കാണുവാൻ സാധ്യമല്ല. ദൈവം കെരിത്തു തോട്ടിലും സരത്ത നാട്ടിലും പോറ്റി പുലർത്തുന്നേ. ദൈവം കെരിത്തു തോട്ടിലും സരത്ത നാട്ടിലും പോറ്റി പുലർത്തുന്നേ. നമ്മൾ നീതിമാൻ സന്തതിയായ റോമാലേഖനം 3-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. കർത്താവിന്റെ വീണ്ടെടുപ്പിനാൽ സൗജന്യമായുള്ള നീതീകരണം. റോമാലേഖനം 3-ാം അധ്യായം 24 മുതൽ റോമർ 3:24. യേശുവിന്റെ കൃപയാൽ ദൈവത്തിന്റെ കൃപയാൽ യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ പറയുന്നത് യേശു ക്രിസ്തുവിനെ പിതാവാം ദൈവം തന്റെ രക്തത്താൽ അനേകരെ പ്രായശ്ചിത്തമാകേണ്ടതിന് യേശു ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇപ്രകാരം വിളിച്ചു പറയുകയാണ്, ദൈവം നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനുമാകുന്നു. എന്റെ ദൈവമക്കളെ സഭ മാറാനല്ല, സമുദായം മാറാനല്ല, വ്യക്തമായും പറയുന്നു യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കും. കന്യകമറിയാമിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുമെന്നല്ല ഇവിടെ പറഞ്ഞത്. പുണ്യവാളന്മാരിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുമെന്നല്ല പറഞ്ഞത്. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നു. ഇവിടെ നിമിഷം പറഞ്ഞായിരുന്നു യോഹന്നാൻ 3:16 വിശ്വസിക്കണം, വിശ്വസിക്കണം. അതിനാണ് വിശ്വാസം. കേൾവിയാൽ കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള അവഗണത്താൽ. അപ്പം ദൈവം ആഹാരം ഇറക്കുവാൻ നീതിമാന്റെ സന്തതിയെ അനുവദിക്കുന്നില്ല. എത്രയോ ആൾക്കാർ ആഹാരത്തിന് വേണ്ടി എരന്ന് നടക്കുന്നു. എന്നാൽ നമ്മളെ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അനുവദിക്കത്തില്ല. രണ്ടാമതായി യെശയ്യാ 51:14. യെശയ്യാവ് 51:14. യെശയ്യാ പ്രവചനം 51:14. പീഡകന്റെ ക്രോധം എവിടെ? ബദ്ധനായിരിക്കുന്നവനെ വേഗത്തിൽ അഴിച്ചുവിടും. അവൻ മുന്നറയിൽ മരിക്കയില്ല. അവന്റെ ആഹാരത്തിന് മുട്ടുവരികയും. ദൈവം ആഹാരത്തിന് മുട്ടുവരുത്തുകയും. 147-ാം സങ്കീർത്തനം 9-ാം വാക്യമാണ്. ദൈവം അതതിന്റെ ആഹാരം കൊടുക്കുന്നു. 147:9. 147:9. കർത്താവ് മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. ഓരോത്തിനും ആഹാരം വ്യത്യാസമുണ്ട് അല്ലേ? പൂച്ചയുടെ ആഹാരമാണോ കാക്ക തിന്നുന്നത്? അല്ല. ഓരോ മൃഗങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം അതതിന്റെ ആഹാരം കൊടുക്കും അല്ലേ? ഞാൻ ചിലപ്പോൾ ഇങ്ങനെ കുറേ കപ്പളത്തിലൊക്കെ കപ്പളങ്ങ പഴുത്തിട്ടുണ്ടോ നോക്കും. ചിലപ്പോൾ അങ്ങനെ നോക്കി ഒരു ദിവസം മറന്നു പോകുമ്പോൾ ഏതെങ്കിലും കാക്ക വന്നത് പകുതി തിന്നിരിക്കും.
ഞാൻ ഓർക്കുക ഈ കാക്കയുടെ കണ്ണി. പിന്നെ ഞാൻ ഓർക്കും, നമ്മൾ കുത്താതെ വന്നപ്പോഴേക്ക് ദൈവം പറഞ്ഞാൽ ഇട കാക്ക തന്നെ അവിടെ ഒരു കപ്പളത്തേൽ കപ്പങ്ങ പടുത്ത് കിടക്കൊണ്ട് പോയി ചാപ്പിട്ടോളാൻ പറഞ്ഞു. അപ്പം അവർക്കും ജീവിക്കണ്ടേ? അപ്പം ദൈവം ആ കരയുന്ന കാക്കയ്ക്കും അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കും. നമ്മളപ്പോൾ ഒരു പാട്ടില്ലേ, കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ, കാട്ടിലെ മൃഗങ്ങളാട്ടിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങളാട്ടിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിടുന്നു. ഞാൻ ഒരാളുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് വരിക, ബോംബെ വന്നിറങ്ങി. ബോംബെയിൽ നിന്ന് പുള്ളിക്ക് കൊച്ചിയിൽ ഇറങ്ങാനുള്ള ടിക്കറ്റ് മാത്രമേ ഉള്ളൂ, ഭക്ഷണത്തിൽ. കൊച്ചിയിൽ നിന്നുള്ള ബോംബെയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിന് ഏതാനും മണിക്കൂർ താമസിക്കും. പുള്ളി ഇരുന്ന് കരഞ്ഞു, കർത്താവേ ഞാൻ വിശന്ന് എനിക്ക് മേലാന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളി പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ ഒരു മലയാളി, നിങ്ങൾ എന്താ അവിടെ ഇരിക്കുന്നു ചോദിച്ചു വരിക. വാ നമുക്കൊന്ന് ചായ കുടിക്കാന്ന് പറയും. ഒരു പരിചയമായിട്ട് വിളിച്ചോണ്ട് പോയി അത് വേണ്ടി ഭക്ഷണം കഴിച്ചോളൂ. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് ബില്ല് പേര് കഴിഞ്ഞപ്പോൾ ആളെ പിന്നെ കണ്ടിട്ടേക്കുന്നു. അപ്പം അത് വിശ്വാസമല്ലേ? കാരണം പൈസയില്ല, ആരോട് ചോദിക്കാനില്ല, ഇറക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇവിടെ പറഞ്ഞില്ല, ദൈവം ആഹാരം ഇറക്കുവാൻ നീതിമാന്റെ സന്തതിയെ അനുവദിക്കത്തില്ല. എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇത് അനുഭവമാണെങ്കിൽ നമ്മൾ വിളിച്ചാൽ കർത്താവേ എനിക്ക് വിശക്കുന്നു, എനിക്ക് ആഹാരമില്ലെന്ന് പറഞ്ഞാൽ അതിനുള്ള വഴി തുറക്കുന്ന കർത്താവ്. ഏലിയാവിന്റെ ജീവിതത്തിൽ കാക്കയെ കൊണ്ട് പോറ്റിയെങ്കിൽ, വിധവയെ കൊണ്ട് പോറ്റിയെങ്കിൽ, എന്നും അതുപോലെ അനുഭവത്തിലൂടെ ഞാനും നിങ്ങളും പോകുമ്പോൾ, ഞാനും നിങ്ങളും വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ, ഞാൻ നീതിമാൻ സന്തതിയാണ്, എനിക്ക് അപ്പം ഇറക്കുവാൻ, ആഹാരം ഇറക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. വചനം പറയണം ദൈവമക്കളെ, വചനം പറയണം. മത്തായിയുടെ സുവിശേഷം 10:10 വായിക്കാം. മൂന്നാമതായി ദൈവം ചെയ്യുന്ന കാര്യം ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 10:10. വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ടുടുപ്പും ചെരുപ്പും വടിയും കരുതരുത്, വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. ഇവിടെ ആയൊരു വേലക്കാരനാണ്. യേശു ക്രിസ്തു കർത്താവിന്റെ തോട്ടത്തിലെ വേലയ്ക്ക് വേണ്ടി അയക്കുന്ന ശിഷ്യന്മാരുടെ കാര്യമാണ്. കർത്താവിന്റെ തോട്ടത്തിൽ വേലക്കാരനാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഇവിടെ പറയാണ്, കർത്താവിന്റെ വേലക്കാരൻ ആഹാരത്തിന് യോഗ്യനാണ്. കഴിഞ്ഞ 25 കൊല്ലമായി കർത്താവിന്റെ തോട്ടത്തിലെ വേല ചെയ്തു. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ആനയുടെ ശമ്പളം അതേപടി ഒരു പടിയിടുകാരൻ കൊണ്ടുപോകുമ്പോൾ ആഹാരത്തിൻ്റെ കാര്യത്തിൽ പോലും മുട്ടുവന്ന അവസ്ഥ വന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, യേശുവിനാൽ കണ്ണ് തുറന്ന് കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണനായപ്പോൾ യേശു പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥന ഹൃദയം നുറങ്ങി, സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണം. യേശുവിൻ്റെ വായിലെ വചനങ്ങളെ നമ്മുടെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചപ്പോൾ നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിക്കുന്നത് മനുഷ്യപുത്രന യേശുവിനോട് ചോദിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ആഹാരം ഇറക്കുവാൻ നീതിമാൻ സന്തതിയെ അനുവദിച്ചില്ല, ആഹാരത്തിന് മുട്ട് വരുത്തിയില്ല. കർത്താവിൻ്റെ വേലക്കാരനെ ആഹാരത്തിന് ദൈവം യോഗ്യനാക്കും. 4-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ലൂക്കോസ് 12:42. 2 വാക്യം. ലൂക്കോസ് 12:42. കർത്താവ് പറഞ്ഞത്, തക്ക സമയത്ത് ആഹാരം വീതം കൊടുക്കേണ്ടതിന് യജമാനൻ തന്റെ വേലക്കാരന്മേൽ ആക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗൃഹവിചാരകൻ ആർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കി വയ്ക്കും. ദൈവം തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കുവാൻ തന്റെ വേലക്കാരുടെ മേലാക്കുന്ന ഗ്രഹവിചാരകൻ വിശ്വസ്തനായാൽ
ദൈവം അവനെ തനിക്കുള്ള സകലത്തിലും വിചാരകനാക്കി അവനെ ഭാഗ്യവാൻ. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ തോട്ടത്തിലെ വേലക്കാർ. ഇന്നിവിടെ ആത്മീയ ആഹാരമാണ് ഇവിടെ തരുന്നത്. ഒന്നും മറച്ചു വെക്കാം. ഇന്നത്തെ ദിവസത്തിന് തക്ക സമയത്ത് വേണ്ടി ആഹാരം. ഇന്ന് ആഹാരത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തോന്നിപ്പിച്ചു. ഡിവിഷനെടുത്ത സങ്കീർത്തനത്തിൽ ആഹാരത്തെക്കുറിച്ച് പറയുവാനിടയായി. ഞാൻ അന്നേരം ഓർത്തു, കർത്താവേ, ഡിവിഷൻ 111 സങ്കീർത്തനം തിരഞ്ഞെടുത്തു, അതിലും ആഹാരത്തെക്കുറിച്ച്. ഇവിടെ എന്താ വായിച്ചത്? ദൈവം തക്ക സമയത്ത് ആഹാരവിധം കൊടുക്കുവാൻ തൻ്റെ വേലക്കാരനെ മേലാക്കുന്ന ഗ്രഹവിചാരകൻ വിശ്വസ്തനായാൽ ദൈവം അവനെ തനിക്കുള്ള സകലത്തിലും വിചാരകനാക്കി അവനെ ഭാഗ്യവാനാണ്. ഒരു വാക്യം കൂടെ വായിക്കണം. അതിന് മുന്നേ ഞാനൊരു പാട്ട് നിൽക്കും. നിന്റെ വേല എൻ്റെ ആഹാരം. വൈകി ഒരിക്കൽ പാടിയിട്ടുള്ള പാട്ടാണ്. നിന്റെ വേല എൻ്റെ ആഹാരം. എനിക്കത് അറിയില്ല പാട്ട്. നിന്റെ സേവ എൻ്റെ ജീവിതം, നിന്റെ പാത എൻ്റെ ആനുകരണം. ഇല്ലേ? നമുക്ക് ലാസ്റ്റ് പാടാം. ഒരു വാക്യം കൂടെ വായിച്ചു. 2 കൊരിന്ത്യർ 9:10 കൂടെ വായിക്കും. 2 കൊരിന്ത്യർ 9:10. വിതയ്ക്കാരന് വിത്തും ഭക്ഷിക്കാൻ ആഹാരവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കുവാൻ വിത്ത് നൽകി അതിനെ പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും നിങ്ങളെ സകലത്തിലും സമ്പന്നന്മാരാക്കുകയും ചെയ്യും. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എന്നും നമ്മുടെ ആഹാരത്തിൻ്റെ കാര്യം അറിയുന്നത് കർത്താവ്. അതുകൊണ്ട് എന്ത് തിന്നും എന്ത് കുടിക്കും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാം. നമ്മുടെ ഭാരങ്ങളെല്ലാം കർത്താവിൻ്റെ മേലിട്ട് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവസാനത്തുള്ള രക്തം ഊറ്റി തന്ന കർത്താവിനോട് നമുക്ക് വാക്ക് പറയാം. എൻ്റെ കർത്താവേ, ഞങ്ങൾ ഇന്നു മുതൽ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിക്കും. കർത്താവേ, ഞങ്ങളുടെ കണ്ണൊന്ന് തുറന്നു തരണം. ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കർത്താവെ ഞങ്ങളായിരിക്കുന്ന മതത്തിൻ്റെ അവസ്ഥകൾ ചെരുമ്പൽ മാറിപ്പോകണം. ഞങ്ങൾക്ക് ചൊവ്വന് കാണുവാൻ, ഞങ്ങൾക്ക് കർത്താവെ സത്യമറിയുവാൻ, കർത്താവെ ഞങ്ങൾക്ക് നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. ആ പാട്ട് എത്രാമത്തെ പാട്ടാണ്? 166 പാട്ട്. ബൈബിൾ ഇപ്പോൾ പാടും. അപ്പോൾ കുഞ്ഞോളാഞ്ചി കടന്നു വന്ന് പ്രാർത്ഥിക്കും. നിന്റെ വേല എൻ്റെ ആഹാരം, നിന്റെ സേവ എൻ്റെ ജീവിതം, നിന്റെ പാത എൻ്റെ അനുകരണം, നിന്റെ വചനം എൻ്റെ പ്രത്യാശ. നിന്റെ വേല എൻ്റെ ആഹാരം, നിന്റെ സേവ എൻ്റെ ജീവിതം, നിന്റെ പാത എൻ്റെ അനുകരണം, നിന്റെ വചനം എൻ്റെ പ്രത്യാശ. പഴിദുഷികൾ ചൊല്ലിക്കേൾക്കുമ്പോൾ പദമിടറും എന്നു തോന്നുമ്പോൾ, പതയാകെ ഇരുളാകുമ്പോൾ പാരിൽ നിൻ വചനം എൻ്റെ ആശ്വാസം. നിന്റെ വേല എൻ്റെ ആഹാരം, നിന്റെ സേവ എൻ്റെ ജീവിതം, നിന്റെ പാത എൻ്റെ അനുകരണം, നിന്റെ വചനം എൻ്റെ പ്രത്യാശ. കണ്ണിൻ മണി പോൽ എന്നെ സൂക്ഷിക്കും, കരളലിഞ്ഞു കരം നൽകിയിടും, കഷ്ടകാലം ഇഷ്ടമാക്കിയിടും, ക്രൂശു വഹിപ്പാൻ കൃപയേകിടും. നിന്റെ വേല എൻ്റെ ആഹാരം, നിന്റെ സേവ എൻ്റെ ജീവിതം, നിന്റെ പാത എൻ്റെ അനുകരണം, നിന്റെ വചനം എൻ്റെ പ്രത്യാശ. രോഗബാധിതേന ഞാൻ തീർന്നാലും ലോകം വെറുത്തു നിന്നെ
ശോധനകൾ ക്രൂരമാവുമ്പോൾ രക്ഷാവളപ്പിൽ ഞാൻ ജീവിക്കും. നിന്റെ വേല എന്റെ ആഹാരം, നിന്റെ സേവ എന്റെ ജീവിതം, നിന്റെ പാത എന്റെ അനുകരണം, നിന്റെ വചനം എന്റെ പ്രത്യാശ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിൽ കൂടി അടിയങ്ങളെ വാത്സല്യം സ്നേഹിക്കുന്ന ഞങ്ങളുടെ അപ്പ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വിശുദ്ധ ദിവസത്തിന്റെ കർത്താവേ, സന്ധ്യ കഴിഞ്ഞ സമയത്ത് യേശു കർത്താവിന്റെ പാദപീഠങ്ങളിൽ യേശുവിന്റെ മുഖമേറ്റ് യേശുവിനോട് പഠിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ച വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിനെ കുറിച്ചും ആഹാരത്തെക്കുറിച്ചും പഠിപ്പാൻ തക്കവണ്ണം കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കർത്താവേ, ഇന്ന് കൽപ്പിച്ച വചനപ്രകാരം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, യേശു കർത്താവിനെ കൊണ്ട് ഞങ്ങളുടെ ആത്മാക്കണ്ണുകളെ തുറന്നിട്ട് കർത്താവേ, ഞങ്ങൾ ആത്മാപൂർണരായി യേശുവിൻ്റെ ആത്മാവിനാൽ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകകളിൽ എഴുതിച്ച് യേശുവിനോട് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന ആഹാരം ഞങ്ങൾ ചോദിച്ച് ഞങ്ങൾ പ്രാപിച്ച് യേശുവിൻ്റെ ആഹാരം ഞങ്ങളുടെ വായിലെ വചനത്തെക്കാൾ ഞങ്ങൾ സൂക്ഷിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് കൃപ തരുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രകാരം ഞങ്ങൾ ചെയ്യുമ്പോൾ കർത്താവേ, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. നീതിമാന്റെ സന്തതി ആഹാരം ഇറക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല എന്നും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ആഹാരം തരുമെന്നും കർത്താവിൻ്റെ തോട്ടത്തിലെ വേലക്കാരന് ആഹാരത്തിന് മുട്ടുവരുത്തത്തില്ല എന്നും കർത്താവ് തക്ക സമയത്ത് ആഹാര വീതം കൊടുക്കുവാൻ ഒരുക്കി വച്ചിരിക്കുന്ന ദാസൻ വിശ്വസ്തനായാൽ അവനെ സകലത്തിനും അധിപതിയാക്കുമെന്നും തിരുവചനത്തിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ചതിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് കേൾപ്പിച്ച തിരുവചനമൊക്കെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ മാംസപ്പലകകളിൽ എഴുതി തന്ന കൃപയ്ക്കടി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ വചനം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ 30 അല്ല 60 അല്ല 100 മേനി ഫലം പുറപ്പെടുവിക്കുവാനും ഈ പകർച്ച അനേകർക്ക് കൊടുക്കുവാനും തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് യോഗ്യരാക്കണമേ എന്നടി ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഈ സമയം വചനം തന്ന മോനിച്ചായനെ അവിടുത്തെ പദപിടുത്തങ്ങളിലേക്ക് വീണ്ടും അടിയങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കപ്പ. പ്രാർത്ഥിക്കുന്ന അടിയൻ്റെയും കടന്നു വന്നിരിക്കുന്ന അടിയങ്ങളുടെ ആരുടെയും കുറവുകൾ ഓർക്കാതെ മകനെ ക്രൂശിന്റെ മറവിൽ നിർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വചനത്തിന്റെ ആഴത്തിൽ നിന്ന് വിളമ്പുവാൻ തക്കവണ്ണം അവിടുന്ന് യോഗ്യനാക്കി അവിടുന്ന് പ്രാപ്തി കൊടുത്തതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആത്മീകമായി കൂടുതലായി അനുഗ്രഹിച്ച് കർത്താവെ വചനത്തിന്റെ മർമ്മങ്ങളെ അടിയങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ തക്കവണ്ണം അവിടുന്ന് കൂടുതലായി അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്നു. ആനിയാന്റെയും മോനിച്ചായനെയും കുഞ്ഞുങ്ങളെ 4 പേരെയും കൊച്ചുമക്കളെ 3 പേരെയും യേശുവിന്റെ നാമത്തിൽ അടിയങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. കർത്താവേ, ഹല്ലേലൂയ. ഈ പാത്താപുട്ടത്തിന്റെ പ്രദേശത്ത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൂടി വരുവാൻ തക്കവണ്ണം കർത്താവെ, അടിയങ്ങൾക്ക് ഇവിടെ ഒരു കൂടി വരുവ് കർത്താവ് ഒരുക്കി തന്നതോർത്ത് അടിയങ്ങൾ സ്തോത്രം ചെയ്യുക. കർത്താവെ, അടിയങ്ങൾ ഓരോരുത്തരെയും നിത്യതയിലെത്തുവോളം ക്രൂശിന്റെ അടികളായി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന കർത്താവെ, പിരിയാത്ത സാന്നിധ്യം അടിയങ്ങൾ ഓരോരുത്തരോടും കൂടെ ഇരിക്കണമെന്ന് അടിയങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ജീവനെ തന്ന യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ താഴ്മയെ അപേക്ഷിക്കുന്നു. അവിടുന്ന് കൃപയോടെ കെട്ടിത്തരമരളുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം വിശദീകരിക്കപ്പെടണം. നിങ്ങളുടെ രാജ്യം വരണം. നിങ്ങളുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണം. ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചിരിക്കുന്നതോ ഞങ്ങളുടെ അടങ്ങുന്നതോടൊപ്പം നിങ്ങൾ ക്ഷമിക്കണം. പരീക്ഷയിലേക്ക് ഞങ്ങളെ കടത്തരുത്, ഇനിയോ ദോഷം വിടിവിക്കണം. എന്തുകൊണ്ടാ രാജ്യശക്തിയുമാകട്ടെ കൊടുത്തേക്കുള്ളതാണ്. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മളെല്ലാവരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കൊണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാതിരി ജയം നൽകുന്ന ദൈവത്തിന് നമുക്ക് കരങ്ങൾക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തോടെ